Hi guys, welcome back to my channel. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെലക്ഷൻ കോണ്ടാക്റ്റ് എങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ പോയി? യെസ്. അപ്പോൾ ഗായ്സ് ഇതെങ്ങനെയാണ് പ്ലെയറിനെ നമുക്ക് എങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി എനിക്ക് ബെല്ലറ്റിനെ മാത്രമേ എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഓൾറെഡി എനിക്ക് സ്പിൻ ചെയ്തിട്ട് തന്നെ സ്നൈഡറിനെയും അതുപോലെ തന്നെ ഡേവിഡ് വീനെയും എനിക്ക് സ്പിൻ ചെയ്തിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് യു ഹാവ് നോട്ട് എനി സെലക്ഷൻ കോണ്ടാക്ട്സ് എങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് ഒരുപാട് സ്പിൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ സ്പിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നെക്സ്റ്റ് വീക്കിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഫസ്റ്റ് വീക്ക് ഇനി നാളത്തേക്ക് നെക്സ്റ്റ് അപ്ഡേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ ഫെസ്റ്റിവൽ സീസൺ ഓപ്പൺ ചെയ്തിട്ട് എനിക്കൊന്ന് 16 തവണ അത് സ്പിൻ ചെയ്തതിന് ശേഷമേ ഒരു ഫ്രീ ആയിട്ട് നമുക്കൊരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്പിൻ ചെയ്തിട്ട് തന്നെ സൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫ്രീ ആയിട്ട് നിങ്ങൾ സൈൻ ചെയ്യാൻ പോകുന്ന പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് സ്പിൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾക്ക് സ്പിൻ ചെയ്തിട്ട് സെയിം പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ലോസ് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാക്സിമം നിങ്ങൾ ഫ്രീ സ്പിന്നിൽ തന്നെ ഏതെങ്കിലും പ്ലെയറിനെ സൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കുക. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാൻ ഇനി എനിക്ക് കുറച്ചുകൂടിയേ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാർഡാണ് ആവശ്യമെന്നുള്ള ആദ്യം സെലക്ട് ചെയ്ത് നോക്കുക. എനിക്ക് ഈ കാർഡിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഫ്രീ ആയിട്ട് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡേവിഡ് വീനെ സൈൻ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല, ഡേവിഡ് വി തന്നെയായിരുന്നു ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്പിൻ ചെയ്തിട്ട് എനിക്ക് ഡേവിഡ് വീനും കിട്ടി. അതിൻ്റെ നെക്സ്റ്റ് സ്പിന്നിൽ തന്നെയാണ് സ്നൈഡറിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം രണ്ടും സീൻ കാർഡാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അതുപോലെ സ്നൈഡർ അധികം ഓൾമോസ്റ്റ് ഒരുപാട് പേർക്ക് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോൾ ഈ ഒരു കാർഡിൽ തന്നെ അധിക പേരും സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഡേവിഡ് വീനും സ്നൈഡറിനെ തന്നെയാണ്. ഒരുപാട് കോമൻസിലൊക്കെ കാണാൻ സാധിച്ചു. അതുപോലെ ഒരുപാട് ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൽ നിങ്ങളെ യൂസ് എന്താണെന്ന് നോക്കുക. ഓൾറെഡി ഒരു സ്ട്രൈക്കർ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേവിഡ് വീനെ തന്നെ സെലക്ട് ചെയ്യാൻ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ല, ഡിഫെൻസീവ്ലി കുറച്ച് ഫോക്കസ്ഡ് ചെയ്യാനുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ എന്തായാലും ബാഴ്സലോണയുടെ ബെല്ലറ്റി തന്നെയായിരിക്കും. കാരണം 103 സ്പീഡിന് 103 വരുന്നത്, അത്യാവശ്യം ഡിഫെൻസീവ്ലി നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലെയറാണ് ബെല്ലറ്റി. അപ്പോൾ എന്തുകൊണ്ടും അത് ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ സ്നൈഡർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിൽ വെച്ച് എൻ്റെ മിഡ്ഫീൽഡിൽ അത്യാവശ്യം നല്ല ടെറർ സാധനമാണ് സ്നൈഡർ. കാരണം നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്ത് ഒരു കിക്കുണ്ട്, നമ്മൾ ലോങ് റേഞ്ച് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 100%, ഒരു 95-96% ഗോൾ ആകാനുള്ള എല്ലാ വഴിയും സ്നൈഡറിനെ കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് സ്നൈഡറിനെ കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഡാരൻ ഫ്ലെച്ചർ ആണെങ്കിലും അത്യാവശ്യം നല്ല ഇവരെ 3 പേരെ കഴിഞ്ഞിട്ട് ഈ ഡാരൻ ഫ്ലെച്ചറും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ആർസണലിൻ്റെ പ്ലെയറും വരുന്നുള്ളൂ. കാരണം അത് RMF പൊസിഷനാണ്. കാരണം RMF പൊസിഷനിൽ അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഓൾറെഡി ഈ ഫുട്ബോൾ പ്ലെയേഴ്സിനും ഉണ്ടായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലെയർ ഓൾറെഡി എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ഈ ഒരു കാർഡ് ആവശ്യമെങ്കിൽ മാത്രം സൈൻ ചെയ്ത് വെക്കുക. ഈ ഡാരൻ ഫ്ലെച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻസീവ്ലി സ്റ്റാറ്റ്സ് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ
അങ്ങനെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡാണോ ഏത് പൊസിഷനാണോ വീക്ക് ആയിട്ടുള്ളത് ആ ഒരു പൊസിഷനിലേക്കുള്ള ഒരു പ്ലെയറിനെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈൻ ചെയ്യുക. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ എല്ലാവരും ഡേവിഡ് വിയ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 100% ഒരു 90% എല്ലാവരും ഡേവിഡ് വിയനെ തന്നെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. കാരണം സെൻറ്റർ ഫോർവേഡ്, സെൻറ്റർ സ്ട്രൈക്കറായിട്ട് ഒരുപാട് പ്ലേയേഴ്സ് എന്തായാലും സ്ക്വാഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഡേവിഡ് വിയനെ ചൂസ് ചെയ്യേണ്ടൂ. ഓൾറെഡി ഡിഫൻസും മിഡ് ഏരിയയും വീക്ക് ആണെങ്കിൽ ഡേവിഡ് വിയനെ സൈൻ ചെയ്തത് കൊണ്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടാവുന്നതല്ല. അതായത് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.